UDFന് അധികാരം കിട്ടിയാൽ കെ.സി. വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രി. UDFന് അധികാരം കിട്ടിയാൽ കെ.സി. വേണുഗോപാൽ തന്നെയാണ് മുഖ്യമന്ത്രി എന്ന് ഏതാണ്ട് UDF കേന്ദ്രങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു. വി.ഡി. സതീശന്റെ മുഴുവൻ സ്വപ്നങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ടാണ് കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത്. വി.ഡി. സതീശന്റെ മുഴുവൻ PR വർക്കുകളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നത്. എന്തൊക്കെയാണ് കെ.സി. വേണുഗോപാലിന് അനുകൂലമായ ഘടകങ്ങളെ നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്, കോൺഗ്രസിന്റെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക നിശ്ചയിച്ചത് കെ.സി. വേണുഗോപാലാണ്. ആരൊക്കെ എവിടൊക്കെ മത്സരിക്കണമെന്ന് ആത്യന്തികമായി തീരുമാനിച്ചത് കെ.സി. വേണുഗോപാലാണ്. അതുകൊണ്ട് തന്നെ വിജയിച്ചു വരുന്ന MLA-മാർ കെ.സി. വേണുഗോപാലിന് ഒപ്പം നിൽക്കും. സതീശനൊപ്പം നിൽക്കാൻ ഒരു MLA പോലും ഒരുപക്ഷെ ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ സതീശന്റെ മുഖ്യമന്ത്രി സ്വപ്നത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് കെ.സി. വേണുഗോപാലിനെ അനുകൂലിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരും. അത്തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. വി.ഡി. സതീശന് ഒരു കാരണവശാലും അംഗീകരിക്കാത്ത MLA-മാരാകും ഉണ്ടാവുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത്, കോൺഗ്രസിലെ MP-മാർ കൂട്ടത്തോടെ കെ.സി. വേണുഗോപാലിനെ അനുകൂലിക്കുന്നവരാണ്. അതിലെ ആദ്യ വെടി പൊട്ടിച്ചത് കെ. സുധാകരനാണ്. കെ. കരുണാകരൻ, ഉമ്മൻചാണ്ടി, A.K. ആന്റണി, വയലാർ രവി എന്നിവർ കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ നേതൃപദവിയിലേക്ക് എത്തേണ്ട ഏറ്റവും തലയെടുപ്പുള്ള നേതാവാണ് കെ.സി. വേണുഗോപാൽ എന്ന് പറഞ്ഞുകൊണ്ട് കെ. സുധാകരനിട്ട FB പോസ്റ്റ് അണികളിൽ വലിയ വികാരമാണ് ഉണ്ടാക്കിയത്. കെ.സി. വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ട് കെ. സുധാകരന് പിന്നാലെ M.K. രാഘവൻ നടത്തിയ പത്രസമ്മേളനം നമ്മൾ കണ്ടതാണ്. M.K. രാഘവൻ കെ.സി. വേണുഗോപാലിന് പൂർണ്ണമായ പിന്തുണ നൽകി. മാത്രമല്ല, വി.ഡി. സതീശന്റെ കള്ളത്തരങ്ങളെ പൊളിച്ചടുക്കിക്കൊണ്ടാണ് അന്ന് M.K. രാഘവൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. തുടർന്ന് അടൂർ പ്രകാശ്, ആന്റോ ആന്റണി, കൊടിക്കുന്നിൽ സുരേഷ്, ഇങ്ങനെ MP-മാരുടെ ഒരു നിര തന്നെ കെ.സി. വേണുഗോപാലിന് അനുകൂലമായി വന്നു. വി.ഡി. സതീശന്റെ മുഖ്യമന്ത്രി സ്വപ്നത്തെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് MP-മാരുടെ ഈ കൂട്ടായ്മ രംഗത്ത് വന്നത്. മൂന്നാമത്തെ കെ.സി. വേണുഗോപാലിന് അനുകൂലമാകുന്ന ഘടകം എന്താണ് നമുക്ക് പരിശോധിച്ചാൽ, കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണയാണ്. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ കെ.സി. വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നു. അതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ താരിഖ് അൻവറിന്റെ പരസ്യമായ പ്രസ്താവനയാണ്. കെ.സി. വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ട് താരിഖ് അൻവർ പറഞ്ഞത്, കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാവാൻ സർവ്വഥാ യോഗ്യനാണ്. എല്ലാ വിധത്തിലും കെ.സി. വേണുഗോപാലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനെന്ന് അന്ന് താരിഖ് അൻവർ പറഞ്ഞത് ഇപ്പോഴും നമ്മുടെ കാതിൽ മുഴങ്ങുന്നുണ്ട്. അത്തരത്തിൽ പരസ്യമായി കെ.സി. വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സംഘടനാപരമായി അദ്ദേഹം ഇപ്പോൾ ഏറ്റവും ഉയർന്ന നിലയിലാണ് നിൽക്കുന്നത് എന്ന് താരിഖ് അൻവർ ചൂണ്ടിക്കാട്ടുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത്. എന്നാൽ അദ്ദേഹം ആ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞാൽ അവിടേക്ക് വരാൻ നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ സന്നദ്ധരാണ്. അത്തരത്തിൽ ഒരു കാരണവശാലും ആ നേതൃനിരയെ ചൊല്ലിയുള്ള ആശങ്ക കോൺഗ്രസിനില്ല. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം 100% കെ.സി. വേണുഗോപാലിനെ അനുകൂലിക്കുന്നു എന്ന് വേണം നമുക്ക് ഈ അവസാന മണിക്കൂറുകൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച. അത്തരത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് പിന്തുണ, MP-മാരുടെ പിന്തുണ, കോൺഗ്രസ് പ്രവർത്തകരുടെ പിന്തുണ, സാധാരണ കോൺഗ്രസ് പ്രവർത്തക സജ്ജമാക്കിയത്, തെരഞ്ഞെടുപ്പിന് വേണ്ടി സജ്ജമാക്കിയത് കെ.സി. വേണുഗോപാലാണ്. ഏതാണ്ട് 68 ദിവസത്തോളം കേരളത്തിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓരോ ജില്ലകൾ തോറും കെ.സി. വേണുഗോപാൽ നടത്തിയ പ്രവർത്തനങ്ങൾ, അത്തരത്തിലുള്ള പ്രസംഗങ്ങൾ, കോൺഗ്രസ് പ്രവർത്തകരെ പ്രവർത്തന സജ്ജമാക്കാൻ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, കോൺഗ്രസ് പ്രവർത്തകർക്ക് അവസാനമായി ഊർജം നൽകിയ പ്രവർത്തനങ്ങൾ കെ.സി. വേണുഗോപാലിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. അതുകൊണ്ട് തന്നെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ പിന്തുണ കെ.സി. വേണുഗോപാലിനാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അത്തരത്തിൽ നിരവധി ഘടകങ്ങളാണ് കെ.സി. വേണുഗോപാലിന് അനുകൂലമാകുന്നത്. ഇതിലെ ഏതെങ്കിലും ഒരു ഘടകം പോലും വി.ഡി. സതീശന് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വി.ഡി. സതീശൻ PR വർക്ക് കൊണ്ട് പിടിച്ചു നിൽക്കുന്ന
നേതാവാണ്. അദ്ദേഹത്തിന് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ പിന്തുണയില്ല, MP-മാരുടെ പിന്തുണയില്ല. ഈ പട്ടികയിൽ ജയിച്ചു കയറുന്ന MLA-മാരുടെ പിന്തുണ VD സതീശന് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ നിരായുധനായി നിൽക്കുന്ന VD സതീശനെ നമ്മൾ കാണുന്നത് വിജയിച്ചു കയറുന്ന MLA-മാർ കൈപൊക്കുന്നത് KC വേണുഗോപാലിന് മാത്രമായിരിക്കും. അത്തരത്തിൽ UDF അധികാരത്തിലെത്തിയാൽ ഒരു കാരണവശാലും VD സതീശൻ മുഖ്യമന്ത്രിയാവില്ല. KC വേണുഗോപാൽ തന്നെയായിരിക്കും UDF-ന്റെ മുഖ്യമന്ത്രി എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാനാവും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.